യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കണം, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിൽ സമാനതകളില്ലാത്ത, പര്യായങ്ങളില്ലാത്ത ഒരു പുതിയ സ്നേഹവിപ്ലവത്തിന് തുടക്കം കുറിക്കാനാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. സ്നേഹമെന്ന വാക്കിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. സ്നേഹത്തിൻ്റെ നിരസനം പാപമാണ് എന്ന് 10 കൽപ്പനകൾ വിലയിരുത്തുമ്പോൾ പോലും നമുക്ക് വ്യക്തമാണ്. സ്നേഹമുള്ളത് കൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുക. സ്നേഹമുള്ളവരെ കൊണ്ടാണ് നാം സഹചരെ ചേർത്ത് പിടിക്കുക. ജീവിതത്തിലെന്നും ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവകൾ ഹൃദയത്തിൻ്റെ നനുത്ത താളമായി സ്വീകരിക്കാൻ വചനം ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണല്ലോ ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. നിത്യജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് വ്യക്തികളെ മാർജിനിട്ട് ശത്രുപക്ഷത്ത് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. വചനം ഓർമ്മിപ്പിക്കുന്നത് നീ അവരെയൊക്കെ സ്നേഹിക്കണം. ആരോടും വെറുപ്പ് കാണിക്കാൻ നിനക്ക് അവകാശമില്ല. ആരിൽ നിന്ന് ഓടിയകലാനും നിന്നിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്നില്ല. നീ സ്നേഹത്തിൻ്റെ മറുവാക്കായി മാറണം. ശത്രുക്കളെയാണ് സ്നേഹിക്കേണ്ടത്. എന്നെ വേദനിപ്പിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ളവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു വലിയ നന്മയുടെ അനുസ്മരണം നമ്മുടെ ഹൃദയത്തിൽ സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള ഉപാധിയായിട്ടാണല്ലോ ഈശോ വയ്ക്കുക. ഇന്നത്തെ തിരുവചനം ഏലിയാ സ്ലീവാ മൂശ കാലമെന്ന ദൈവത്തിൻ്റെ അനന്തമായ കൃപയോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താനായിട്ട് ഈശോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ അതിന് ഈശോ നൽകുന്ന വില ഒരുപാട് വലുതാണ്. അതിന് ഈശോ നൽകുന്ന പ്രതിഫലവും അതിനേക്കാൾ വലുതാണ്. നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നീ ഇടം കണ്ടെത്തുന്നവനായിട്ട് മാറും. കൃത്യതയോടെ ഈശോ പറഞ്ഞു വെച്ചു, ദൈവം ഈ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ മുമ്പിൽ അനാവൃതമാവുക. ഈ ലോകത്തിൻ്റെ വഴിയല്ല ക്രിസ്ത്യാനിയുടേത് എന്ന് തുറന്നു വരുന്ന ഓരോ വാക്കിലൂടെയും ഈശോ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സ്നേഹവലയത്തിൽ നിന്റെ സ്നേഹിതർ മാത്രമേ ഉള്ളൂവെങ്കിൽ വിശേഷവിധിയായിട്ട് നീ എന്താണ് ചെയ്യുക? ശത്രു എന്ന ഒരു വിഭാഗം ഞാൻ നിർമ്മിച്ചതും ഞാൻ ഉപയോഗിച്ചതുമായിട്ടുള്ള സാധ്യതയാണ്. ഈശോ പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ നാം ജീവിക്കാനുള്ള നിയോഗം ഏറ്റെടുക്കുന്നതെങ്കിൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും നസ്രായൻ്റെ സ്നേഹം പകർന്നു കൊടുക്കണം. ആരുടെയും പക്ഷം ചേരാതെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കൃപയുടെ മക്കളായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. ശത്രുവിനെ സ്നേഹിക്കുക എന്ന വലിയ ആദർശവാക്യം ക്രിസ്തുവിൻ്റെ പ്രബോധനമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക്
ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ വേറിട്ട കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായത്. അഹിംസയെന്ന വലിയ തത്വശാസ്ത്രത്തിൽ തൻ്റെ ജീവിതം ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടിയിട്ട് നേതൃത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉതിർത്ത് ഭാരതഭൂവിനെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി കാണിക്കാൻ ഗാന്ധിജി എടുത്ത നോൺ വയലൻസ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ചത് ഗിരിപ്രഭാഷണമാണ് എന്നും ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ ആവശ്യപ്പെടുന്ന ദൈവത്തിൻ്റെ അഭിഷേകമേറെ വലുതാണ് എന്നും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കും ശത്രുക്കൾ വേണ്ട. എനിക്ക് സ്നേഹമില്ലാത്ത ആരും എനിക്ക് വേണ്ട. എല്ലാവർക്കും സ്നേഹം പകർന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും കൃപയുടെ അഭിഷേകം നൽകുന്ന മക്കളായി തീരാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടിയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.